ഈ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ പഞ്ചസാര വേണ്ട, മൈദ വേണ്ട, മുട്ട വേണ്ട, വാനില എസൻസ് വേണ്ട. ഇതൊന്നുമില്ലാതെ നല്ല സോഫ്റ്റും നല്ല മധുരമുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കണ്ടാലോ? ആദ്യം തന്നെ 20 ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. 20 ഈന്തപ്പഴം ഇതുപോലെ തൊലിയല്ല, അതിലെ കുരു കളഞ്ഞിട്ട് അതിൽ മുകളിലൊരു ഭാഗം ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതെല്ലാം എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് ഒരു ഗ്ലാസ് പാലിനകത്ത് സോക്ക് ചെയ്ത് വെക്കണം. ഇനി 15 മിനിറ്റിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്കിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. പേസ്റ്റായിട്ട് അരച്ചെടുത്തത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ സോക്ക് ചെയ്ത ബൗൾ തന്നെയാണ്, അതുകൊണ്ടാണ് പാൽ അതിനകത്ത് കാണുന്നത്. നല്ലപോലെ പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടില്ലേ. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇതേപോലെ റോബസ്റ്റ പഴം, ഞാൻ 3 റോബസ്റ്റ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴമെന്ന് ഇവിടെ പറയുന്നത്, ഇതിൻ്റെ വേറെ പേരൊന്നും എനിക്കറിയില്ല, പല നാട്ടിലും പല പേരാണല്ലോ. ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ നമുക്ക് മാഷ് ചെയ്തെടുക്കണം. ഇനി മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡേറ്റ്സും പാലും കൂടെ ഉള്ള മിക്സാണ്. അത് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിലേക്ക് മൈദയൊന്നും ചേർക്കുന്നില്ല, പകരം ഗോതമ്പ് മാവാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗോതമ്പ് മാവ് വേണ്ട, പൂർണ്ണമായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓട്സ് ഉണ്ടെങ്കിൽ ഓട്സ് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് 1 കപ്പ് അളവിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ, കാരണം ഓട്സ് പെട്ടെന്ന് തിക്കായി പോകും. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി എടുത്തതിന് ശേഷം ഞാനിവിടെ കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ട് ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറുത്ത മുന്തിരിയൊന്നും ഇല്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതില്ലെങ്കിലും ഈ കേക്കിന് ടേസ്റ്റ് ഒന്നും കുറഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. ഇനി ഒരു മോൾഡ് എടുക്കുക. ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ തടവി കൊടുക്കുക. ഓയിലോ ബട്ടറോ നിങ്ങളുടെ കയ്യിലുള്ള ഏതായാലും തടവി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് മുകളിൽ ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറുത്ത മുന്തിരിങ്ങയും അതുപോലെ തന്നെ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്ഥിരം ഓവൻ സെറ്റപ്പ് നമ്മുടെ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് തിരിവ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കൊണ്ട് പ്രീ ഹീറ്റ് ചെയ്ത് ഇനി നമ്മുടെ ബാറ്റർ അതിനകത്ത് വെച്ച് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. നോക്കണം കേട്ടോ, ഇടയ്ക്ക് വെന്തോ ഇല്ലയോ എന്ന്. ഒരു പപ്പടം കുത്തിയോ എന്തെങ്കിലും ഫോർക്കോ വെച്ച് നോക്കുക. ഒട്ടി പിടിക്കുന്നില്ല എങ്കിൽ വെന്തെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തൊട്ട് കാണിക്കുക, നല്ല സോഫ്റ്റ് ആണ്, നല്ല അടിപൊളി കേക്കാണ്. നമ്മൾ പഞ്ചസാര ചേർത്താലും മധുരത്തിന് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല മധുരമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.